ഹലോ മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാജിലും വ്ളോഗ്സ്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് എപ്പോഴും ഈ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു എനിക്ക് ആ ഒരു ഇതാണ്. നിങ്ങൾ കണ്ടിട്ട് കേൾക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോബ്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് റീസെല്ലിങ് എന്ന് പറയുന്നത് നമുക്ക് 1 രൂപ പോലും ക്യാപിറ്റൽ ഇല്ലാതെ, അതായത് മൂലധനം ഇല്ലാതെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഓൺലൈനായിട്ട് സെല്ലിങ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ റീസെല്ലിങ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ അടുത്ത് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യണം. ഞാൻ എൻ്റെ റീസെല്ലിങ് ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റലോഗ്സും കാര്യങ്ങളും ഒക്കെ അതിൽ വരുന്നുണ്ടാവും വിത്ത് റേറ്റും. അപ്പം ആ ഒരു റേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഫോർവേഡ് ചെയ്ത സമയത്ത് നിങ്ങളുടെ ഒരു മാർജിന് ആ ഒരു റേറ്റിൽ കൂട്ടിയിടുക. അതായത് 100 രൂപയുടെ ഒരു സാധനം എൻ്റെ അടുത്തുനിന്ന് കിട്ടുമ്പം നിങ്ങൾക്ക് വർത്തായിട്ട് അത് 150 രൂപയ്ക്ക് അല്ലെങ്കിൽ 200 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് 100 രൂപയാണെങ്കിൽ നിങ്ങൾക്കത് 150 ആക്കിയോ 200 ആക്കിയോ 250 ഇട്ടോ നിങ്ങൾക്കത് സെയിൽ ചെയ്യാം. അപ്പം നിങ്ങൾ എത്ര പ്രോഫിറ്റ് ഒരു പ്രൊഡക്റ്റിന് ആഗ്രഹിക്കുന്നതോ അത്രയും കൂട്ടിയിടാം. പിന്നെ ഒരു കാര്യം, അങ്ങനെ കൂട്ടിയിടുമ്പം നമ്മുടെ ആ ഒരു ക്വാളിറ്റി സാധനം എത്രത്തോളം ബെറ്റർ ആണെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. ഒരു പ്രൊഡക്റ്റിന് നമ്മളൊരു മിനിമം ഒരു 50 റുപ്പീസും മാക്സിമം ഒരു 150 റുപ്പീസുമാണ് കൂട്ടിയിടാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റീസെല്ലിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് റീസെല്ലിങ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്താണ്, സ്റ്റാർട്ടിംഗ് ടു എൻഡിങ് സ്റ്റേജ് എന്താണെന്നൊക്കെ ഞാനത് ബിഗിനേഴ്സിന് പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഇതാണ് ചെറിയ രീതിക്കുള്ള റീസെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം റീസെല്ലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും പേയ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന്. അങ്ങനെയൊന്നും തന്നെയില്ല. ഇപ്പം നിങ്ങളൊരു കാറ്റലോഗ്, ഒരു പിക്ചർ വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചു എന്ന് വിചാരിക്കുക. അപ്പം അത് നിങ്ങളുടെ വാട്സപ്പിൽ ഉള്ള ഒരാൾക്ക് ഇഷ്ടമായി. അപ്പോൾ ചോദിച്ചു, ഇതിന് എത്ര രൂപയാണ് റേറ്റ് എന്ന്. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ പോയിട്ട് നോക്കണം ഇതിന് എത്ര രൂപയാണ് റേറ്റ് ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അതായത് എൻ്റെ ഗ്രൂപ്പിൽ, ആ ഒരു ഗ്രൂപ്പിൽ 1400 രൂപയാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണത്, നിങ്ങൾക്ക് 50 രൂപ ആ ഒരു പീസിൽ നിന്ന് ഒരു 50 രൂപയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്മീഷൻ എങ്കിൽ, നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിന് 1450 രൂപയാണ് മേഡം അല്ലെങ്കിൽ ചേച്ചി, നിങ്ങളുടെ കസിൻ ആരാണോ അവർ ചോദിക്കുന്ന ആളുടെ അടുത്ത് പറയുക. അപ്പം ആ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നമ്മൾ ബുക്ക് ചെയ്യാൻ നേരം അവരുടെ അടുത്ത് പറയണം. ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ, ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ഇടാനായിട്ട് പറയുക. അങ്ങനെ പേയ്മെൻറ്റ് ഇട്ടതിന് ശേഷം അഡ്രസ്സും നിങ്ങൾ കറക്റ്റായിട്ട്, ഫോൺ നമ്പറും പിൻ കോഡും മസ്റ്റായിട്ടും കറക്റ്റായിട്ടുള്ള അഡ്രസ്സിൽ വരണം. ആ ഒരു അഡ്രസ്സ് നമുക്ക് ഫോർവേഡ് ചെയ്ത് തന്നതിന് ശേഷം വിത്ത് പേയ്മെൻറ്റ് റെസിപ്റ്റും കൂടെ നമുക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ ട്രാക്കായി, അതായത് ഓർഡർ കൺഫേമായി ട്രാക്കിങ്ങിലോട്ട് പോകുകയാണ്. അത്രമാത്രമേ നിങ്ങൾ ചെയ്യാനായിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് വാട്സപ്പ് ത്രൂ ചെയ്തത്. നിങ്ങൾക്കിത് ഫേസ്ബുക്ക് ത്രൂവോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ അങ്ങനെയുള്ള പലവിധ പ്ലാറ്റ്ഫോംസും, ഷെയർ ചാറ്റ് വഴിയോ അങ്ങനെ ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. മനസ്സിലായോ? ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണെങ്കിലും നിങ്ങൾക്ക് സെല്ലേഴ്സിനെ കിട്ടിയാൽ മതി. ബയ്യേഴ്സിനെ കിട്ടിയാൽ മാത്രം മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൽ ഒരു ദിവസം ഒരു 10 ചുരിദാർ ഒരാൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 50 രൂപ വെച്ച് മാർജിൻ ഇടുവാണെങ്കിൽ തന്നെ എത്ര രൂപയുണ്ട് നിങ്ങൾക്ക്? 500 റുപ്പീസ് വീട്ടിലിരുന്നോണ്ട് സമ്പാദിക്കാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾ ഒരു മെറ്റീരിയലിന് 100 രൂപയാണ് കൂട്ടിയിടുന്നതെങ്കിൽ 10 മെറ്റീരിയൽ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടും? 1000 രൂപ കിട്ടും.
പോട്ടെ, സ്റ്റാർട്ടിംഗ് ഒക്കെ അല്ലേ, അതുകൊണ്ട് എന്തായാലും അത്രയൊന്നും കിട്ടണമെന്ന് വിചാരിക്കേണ്ട. എന്തായാലും ഇൻ കേസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ തന്നെ 50 രൂപ കിട്ടിയാലും 1 രൂപ കിട്ടിയാലും 2 രൂപ കിട്ടിയാലും അത് നിങ്ങളുടെ ഏണിങ്സ് ആണ് അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് റീസെല്ലിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇനി ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ എന്നെ വാട്സപ്പ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. എന്തായാലും ഓക്കേ.